എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം ഏതാണ്? 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഏവിയാൻ. ഏവിയാനാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കാംപ് ബ്രെയിൻ. കാംപ് ബ്രെയിൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മാനസികാരോഗ്യ മസ്തിഷ്ക ഘടന ഡിജിറ്റൽ ഡാറ്റാബേസ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊടുവള്ളി. കൊടുവള്ളിയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണം ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, സമ്മതി. സമ്മതിയാണ് ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലായിൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. അടുത്ത ചോദ്യം, BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്. ഏത് ഒളിമ്പിക്സ് മുതലാണ് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത്? ഏത് ഒളിമ്പിക്സ് മുതലാണ് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മുതലാണ് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് വനിതാ വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത്. സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ്? സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ വോട്ട് എൻ്റെ ശക്തി. എൻ്റെ വോട്ട് എൻ്റെ ശക്തിയാണ് സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. MLA മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ വിലയിരുത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? MLA മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ വിലയിരുത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, MLAtrack.com. MLAtrack.com ആണ് MLA മാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ വിലയിരുത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പോർട്ടൽ. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, ഗെർഡ് ഫാൾട്ടിങ്സ്. ഗെർഡ് ഫാൾട്ടിങ്സിനാണ് 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത്. 2025 നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത് ഏത് പുസ്തകമാണ്? 2025 നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത് ഏത് പുസ്തകമാണ്? ആൻസർ ഓപ്ഷൻ ബി, മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീക്കാണ് 2025 നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത്. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത്? കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ്
ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, നിയോഫൈറ്റ് ID. നിയോഫൈറ്റ് ID ആണ് കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് ആണ് 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ജവാർ. ഉത്തർപ്രദേശിലെ ജവാറിലാണ് 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതിയിലെ ആദ്യ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, അഡ്വക്കേറ്റ് പി ശ്രീകുമാർ. അഡ്വക്കേറ്റ് പി ശ്രീകുമാറിനെയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2027 പൂർത്തിയാകുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2027 പൂർത്തിയാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, 8ാമത്തെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസാണ് 2027 പൂർത്തിയാകുന്നത്. ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അർബൻ ഹീറ്റ് ഐലൻഡ്. അർബൻ ഹീറ്റ് ഐലൻഡ് ആണ് ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസം. 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏത്? 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളം. കേരളമാണ് 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഗാന്ധിനഗർ. ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1972 അപ്പോളോ 17 ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന് അരികിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ്? 1972 അപ്പോളോ 17 ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ അരികിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആർടെമിസ് 2. ആർടെമിസ് 2 ആണ് 1972 അപ്പോളോ 17 ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന് അരികിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആര്? 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറാണ് 2024 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയത്? സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയത്. 2023 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ്. 2023 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ്.
ആൻസർ ഓപ്ഷൻ സി എസ് സോമനാഥ്. എസ് സോമനാഥാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ്. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് വേദി. കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് വേദി. മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം. മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജോർജിയ. ജോർജിയയാണ് മലേറിയ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ അനോറ. അനോറയാണ് 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. ആൻസർ ഓപ്ഷൻ സി പുല്ലമ്പാറ. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സാറ ജോസഫ്. സാറ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഏത്? ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയാണ് ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം. ഇന്ത്യയിൽ ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം.